സാധാരണ ഒരു പൊതുജനത്തിന്റെ സ്വഭാവം എന്താ ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ഒരു സഖാവ് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിരിഞ്ഞു പോകേണ്ടതാണ്. അപ്പൊ വീണ്ടും CC അംഗം സലീഗ ചേച്ചിയും ഒരു 10 മിനിറ്റ് സംസാരിച്ചു, എന്നിട്ടും നിങ്ങൾ എണീക്കുന്നില്ല. അപ്പൊ എനിക്ക് പിടികിട്ടി, ഈ ജില്ലാ സെക്രട്ടറി എന്താ പറയണ നോക്കുക എന്നതാണ് നിങ്ങളുടെ ആകാംക്ഷ. ഞാന് ഈ നാറികളെ കുറിച്ച് ഒരുപാട് പറഞ്ഞ നമ്മൾ സ്വയം നാറിക്കളയും. അതുകൊണ്ട് ഒരുപാട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു പാർട്ടിയിൽ നിന്നൊരു സഖാവ് പോകുമ്പോ സ്വാഭാവികമായിട്ടും സത്യത്തിൽ ഞാനൊക്കെ ഭയങ്കര വിഷമിക്കും, ടെൻഷനാവും. കാരണം നമ്മുടെ പാർട്ടിയിൽ എങ്ങനെയാ ഒരു പാർട്ടി സഖാവ് ഓരോ ഘടകങ്ങളിലേക്കും വന്ന് നല്ലൊരു നേതൃത്വ ശേഷിയിലേക്ക് വരുന്ന അറിയാലോ. ഇവിടെ വിജയേട്ടൻ സൂചിപ്പിച്ചതുപോലെ 1 വർഷം പാർട്ടി ഗ്രൂപ്പിൽ അനുഭാവി ഗ്രൂപ്പ്, അത് കഴിഞ്ഞൊരു വർഷം കാൻഡിഡേറ്റ് മെമ്പർ, അത് കഴിഞ്ഞിട്ടാണ് പൂർണ്ണ മെമ്പർ ആവുക 1 വർഷം. അപ്പൊ അങ്ങനെ 3 വർഷത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാർട്ടി മെമ്പർമാരാകും. അത് കഴിഞ്ഞിട്ട് നല്ല പ്രവർത്തകനെ മാത്രമേ എവിടേക്ക് എടുക്കുള്ളൂ? ലോക്കൽ കമ്മിറ്റിയിലേക്ക്, പിന്നെ AC, പിന്നെ DC, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉന്നതമായ ഒരു ഉത്തരവാദിത്ത ജില്ലയിൽ തന്നെ ആയി എന്നാണ്. അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്വത്തിൽ നിന്നാണല്ലോ PK ശശി നായാടിപ്പാറ ബ്രാഞ്ചിലേക്ക് എത്തിയത്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഈ പുറത്താക്കിയ വിഷയം സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ് ഞങ്ങളൊരു കൂടിയാലോചന നടത്തി. ഞങ്ങൾ അവിടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരുണ്ടല്ലോ പാലക്കാട്ട് നിന്ന്. അപ്പൊ ഇവിടെ ഘോര പ്രസംഗമാണ്. നമ്മളെ കാച്ചിക്കാളെയും പിന്നെ ഇപ്പൊ ഞാൻ പുറത്തു വിട്ട ആളെയും, ഞാനിപ്പൊ കുപ്പിയുടെ അടപ്പ് തുറക്കും, ഭൂതം പുറത്തു വരും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല. ഞാനിതൊന്നും കാണുന്നില്ല, കാരണം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഫോൺ എടുക്കാൻ പാടില്ല, ഫോൺ നോക്കാൻ പാടില്ല. പക്ഷേ പൊതുവായി ഇങ്ങനെ ചർച്ച വന്നപ്പോ സഖാക്കൾ ആരോ പറഞ്ഞു, ശശി അവിടെ കൺവെൻഷൻ നടത്തി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ശ്രദ്ധിച്ചത്, ഈ റിപ്പോർട്ടർ ചാനലിൽ നോക്കിയപ്പോ വല്ലാതെ കേറി വെച്ച് വീശിയിരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പൊ കുറെ പത്രക്കാർ താഴെ നിൽക്കണ്ടേ ചോദിച്ചു. സാധാരണ AKG സെന്ററിന്റെ താഴെ എന്നെ കാണാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, എന്നെ കാണാൻ നിൽക്കേണ്ടത് ഇവിടെയല്ലേ. ഇപ്പോ ചോദിച്ചപ്പോ പറഞ്ഞു, പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കാണാനാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ച കാര്യം പറഞ്ഞു, പുറത്താക്കിയെന്ന്. ഞാൻ ഈ പുറത്താക്കിയെന്ന് പറയാൻ കാരണം ഇപ്പോ നമ്മുടെ നാട്ടിലാകെ ഒരു കുഴപ്പം പിടിച്ചൊരു കക്ഷി വെക്കുക, നാട്ടിലും കച്ചറ, വീട്ടിൽ പോയ ഭാര്യനെ തല്ലുക, മക്കളോട് പ്രശ്നം. ഇങ്ങനെയുള്ള ആള് മരണപ്പെട്ടാൽ എന്താ വിചാരിക്കുക ആളുകള്? മരണപ്പെട്ടാൽ എന്ത് പറയും? അപ്പോഴും അയാളെ കുറിച്ച് എന്ത് പറയാനുണ്ടാവും? എന്തൊക്കെ കച്ചറയാണെങ്കിലും ചില കാര്യങ്ങളിൽ ഉപകാരിയാണ് കേട്ടോ എന്നാണ് പറയുന്നത്. അതുപോലും പറയാൻ ഈ മണ്ണാറക്കാട് ഒരാള് പോലും ഇല്ല. ഇതാണ് ശശിയുടെ അവസ്ഥ. ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. എന്റെ അനുഭവം, ഇന്നലത്തെ അനുഭവം. ഞാൻ ഇന്നലെ പാർട്ടി DCന്ന് ഒരു 6:15 മണിക്ക് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ പുതിയതായി ചുമതലയേറ്റ സഖാവ് AB ഗോപിനാഥിനെ ഒരു ഷാളക്കന് അണിയിട്ട് ഒരു നോമ്പ് തുറക്കി മംഗളം ടവറില്, മറ്റേ ടൗൺ ബസ് സ്റ്റാൻഡില്ലേ അതിന്റെ പാലക്കാട്. അപ്പൊ മംഗളം ടവറില് ഈ നോമ്പ് തുറക്കി പോയി ഒരു പത്തിരിയൊക്കെ കഴിച്ച് വെളിയിലിറങ്ങുമ്പോ ഒരു 2-3 പേര് വന്ന് എന്നെ പരിചയപ്പെട്ട് കൈ തന്നു. അവര് മണ്ണാർക്കാട്ടുകാരാണ്. മണ്ണാർക്കാട്ടുകാര് പറഞ്ഞ CPM-കാരൊന്നും അല്ല, മണ്ണാർക്കാട്ട് അങ്ങാടിയിലെ കച്ചവടക്കാരാണ്. അപ്പൊ കച്ചവടക്കാര് വളരെ സന്തോഷത്തോടു കൂടി കൈ തന്നപ്പോ, നിങ്ങൾ എന്തിനിപ്പോ എന്നെ എത്രത്തോളം സന്തോഷത്തോടു കൂടി കൈ തരുന്ന ചോദിച്ചു. ആ കുലുക്കലിലൊരു 2-3 കുലുക്കലാണ്. നമ്മൾ സാധാരണ കൈ കൊടുത്താൽ ഒരു ഷെയ്ക്കൻഡ് തന്നെ പിടിവിടുമല്ലോ. ഇത് 2 കൈ വിടുന്നില്ല, 3-4 കുലുക്കിയിട്ടാണ് കൈ വിടുന്നത്. ഇതെന്തിനപ്പൊ എത്ര കുലുക്കണെന്ന് ചോദിച്ചു.
ഇപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നന്ദിയുണ്ട് സഖാവേ, നന്ദി. കാരണം ഞങ്ങളെപ്പോലും നിങ്ങൾ രക്ഷിച്ചിരിക്കുന്നു. ഇയാളെ കൊണ്ട് ഉപദ്രവം സഹിക്കാൻ വയ്യ. നിങ്ങൾ നോക്കണം, നാട്ടുകാരുടെ അവസ്ഥയാണ് നാട്ടുകാരുടെ അവസ്ഥയാണിത്, പാർട്ടിക്കകത്ത അവസ്ഥയല്ല. ഇപ്പൊ ഒരു മനുഷ്യൻ എത്രത്തോളം നാട്ടിൽ മോശപ്പെട്ടൊരവസ്ഥയിലേക്കായി. അയാളാണ് പറയുന്നത്, ഞാനിപ്പോ ജില്ലാ സെക്രട്ടറിയെ ഇതാ ഇപ്പൊ തുറന്നു വിട്, നമുക്ക് കാണാലോ, തുറന്നു വിട്, നമുക്ക് അപ്പോഴല്ലേ കാണുക. ശശിയും സുരേഷ് ബാബുവും രണ്ടും രണ്ടാ. ഞാൻ അന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നതിന് മുമ്പ് ഈ ഏരിയ കമ്മിറ്റി ആഫീസിൽ വന്ന് ശശിയെ വലതുവശത്തിരുത്തിയിട്ട് പറഞ്ഞു, ഏരിയ കമ്മിറ്റി യോഗത്തില്, മര്യാദയ്ക്ക് പാർട്ടിയിലിരിക്കണം. ഈ ചെങ്കൊടിയുടെ മുകളിൽ പറക്കാൻ ശശിയല്ല ആരെയും അനുവദിക്കില്ല പാലക്കാട് പാർട്ടി. ബാൻ ചെയ്തിട്ട് പോയി. പുള്ളിക്കത് മനസ്സിലായില്ല. ഇതൊക്കെ എന്തെന്നാ വിചാരിച്ചത്. കാരണം പുള്ളിന്റെ ഒരു നടപ്പ് കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മളൊക്കെ സാധാരണ എന്താ പറയാ, ആളുകളെല്ലാം കണ്ട, നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെയൊക്കെ നടത്തുമ്പോ വിജയേട്ടൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, 2 തവണ MP ആയി ഇല്ലേ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഉന്നത സമിതിയിലെ മെമ്പറാ. അദ്ദേഹം ഇവിടെ നമ്മളെ പരിചയപ്പെട്ടത് എപ്പോഴാണ്? 1989 അല്ലെ? SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. അങ്ങനെയാണല്ലോ വിജയേട്ടൻ നമുക്കൊക്കെ സുപരിചിതനാകുന്നത്, ഓർമ്മയില്ലേ? ആ വയസ്സിന്റെ പ്രായം വ്യത്യാസമല്ലാതായതല്ലാതെ എന്തെങ്കിലും ഒരു ശരീരഭാഷയിൽ വ്യത്യാസമുള്ള ഒരാളായി സഖാവ് എ വിജയരാഘവനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. എന്നാൽ PK ശശിയോ? അദ്ദേഹം ഇങ്ങനെ നടക്കണ കണ്ടാൽ തന്നെ ഈ അരിയാട്ടുകല്ല് തലയിൽ വെച്ച് നടക്കണ പോലെയല്ലേ നടക്കുക? അരിയാട്ടുകല്ല് തലയിൽ 2 ചെങ്കല്ല് കക്ഷത്തും, പിന്നെ ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, അതങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് എന്തൊരു, ഇതൊക്കെ കണ്ട് മതിയായി ഞങ്ങൾക്ക്. സത്യത്തിൽ മതിയായി. പിന്നെ സീനിയോറിറ്റി പറഞ്ഞു ക്ഷമിക്കല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഒരു പരിധി വിട്ടപ്പോഴാണല്ലോ ക്ഷമ നശിച്ചത് ഞങ്ങളുടെയും. ഞാൻ ചോദിക്കണ ശശിയോട്, പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ എന്നെ വെല്ലുവിളിക്കുമ്പോ ഒന്നേ പറയാനുള്ളൂ, സ്വന്തം കണ്ണിൽ കുന്തം കിടക്കുമ്പോ ആരാന്റെ കണ്ണിൽ പൊടി തേടണ്ട ശശി, അന്ന് മനസ്സിലാക്കിക്കോ. ഞങ്ങൾ പല കാര്യങ്ങളും പുറത്തു പറഞ്ഞ ഈ മാലപ്പടക്കം ഉണ്ടല്ലോ, അതിൽ തീക്കൊളുത്തിയ പോലെയായിരിക്കും, വേഗം പൊട്ടി തീരില്ല, അത്രത്തോളം പറയാണ്ട്. എന്നാൽ ശശിയല്ല CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും CPM-ന്റെ പ്രവർത്തകരും. അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരം ഭാഷ ഉപയോഗിക്കാത്തത്. അതിന്റെ കൂടെ തന്നെ തിരുത്താൻ വേണ്ടി ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിക്കും DYFI-ന്റെ ജില്ലാ സെക്രട്ടറിക്കും നടത്തിയ പ്രസ്താവനയിൽ ചില പെശക് ബോധപൂർവമല്ലെങ്കിലും അറിയാതെ ആവേശത്തിൽ വന്നതാണ്. ആ ആവേശത്തിൽ വന്നതുപോലും സംഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരും ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് പാലക്കാടിലെ CPIM എന്നതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശശിയുടെ ഭാഷയിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല, അത് ഞങ്ങളെ കിട്ടൂല. പറഞ്ഞ് ഞങ്ങൾക്ക് പറയാനാണെങ്കിൽ എന്തെല്ലാം പറയാനുണ്ട് ഇല്ലേ? എന്തെല്ലാം പറയാൻ. നിങ്ങൾ എന്തിനാ സസ്പെൻഡ് ചെയ്ത് 6 മാസം? എന്തിനാ സസ്പെൻഡ് ചെയ്ത്? സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇദ്ദേഹത്തിന് ഇരയായ ഒരു കുട്ടിയുണ്ടല്ലോ, ഇപ്പോഴും കേരളത്തിൽ അന്തസ്സായ ഒരു ഭാഗത്ത് ജോലി ചെയ്യുന്നുണ്ട്. ആ കുട്ടി ഇപ്പോഴും CPM-ന്റെ അടിയുറച്ച അനുഭാവിയാണ്. വായി തുറന്നാൽ അവരുടെ കയ്യിൽ ചില ക്ലിപ്പുകളും ഉണ്ട്. ഇതെല്ലാം പുറത്തുവിട്ടാൽ ശശിയാകും എന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെയല്ലേ ഇപ്പൊ പറയാ അല്ലേ? ശശി ആളെ വഷളാക്കുന്ന ഒരു പേര് കൂടിയാണല്ലോ ഇപ്പൊ അല്ലേ? അപ്പൊ ഇതൊക്കെ ഞങ്ങളൊന്നും വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ടോ വ്യക്തിപരമായി മോശപ്പെടുത്തിക്കൊണ്ടോ ചിത്രീകരിച്ചുകൊണ്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത്.